പാലക്കാട് നഗരത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീ നേരിട്ടത് ക്രൂരപീഡനം. പീഡനശേഷം പ്രതി 46-കാരിയുടെ വാരിയെല്ല് തകർത്തു. നട്ടലിനും ക്ഷതമേറ്റിട്ടുണ്ട്. പീഡന വിവരം പുറത്തറിയാതിരിക്കാനാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. പ്രതി സുബ്ബയ്യൻ മുൻപ് ഭാര്യയെ ക്രൂരമായി ആക്രമിച്ച കേസിലും പ്രതിയാണ്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണോ അവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരപീഡനങ്ങളും മർദ്ദനവും ഒക്കെ വ്യക്തമാക്കുന്നത്? അതായത് കഴിഞ്ഞ ദിവസമാണ് യുവതിയെ മരിച്ച നിലയിൽ ഈ പ്രതിയായ സുബൈൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തന്റെ ഭാര്യയാണ് എന്നുള്ളതാണ് സുബൈൻ ആദ്യം പറഞ്ഞത്. പിന്നീട് പോലീസിന് തോന്നിയ സംശയത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതും ഈ യുവതി പീഡനത്തിന് ഇരയായ വിവരം പുറത്തു വരികയും ചെയ്തത്. സുബൈനെ നിരവധി തവണ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തത്. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു കൊലപാതകം, ക്രൂരമായ പീഡനം നടത്തി കൊലപാതകം ചെയ്തിട്ടുള്ളത്. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് വാരിയെല്ലിന് ഉൾപ്പെടെ ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ ശ്വാസം മുട്ടിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ സുബ്ബയ്യൻ നിരവധി കേസുകളിലെ പ്രതി കൂടിയാണ് എന്നുള്ളതും പോലീസ് പറയുന്നു. നേരത്തെ ഭാര്യയെ ആക്രമിച്ച കേസിലും അതോടൊപ്പം തന്നെ ആശുപത്രി അടിച്ചു തകർത്ത കേസിലും ഈ സുബ്ബയ്യൻ പ്രതിയാണ്. ഏതായാലും ഇയാള് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലുകളും മറ്റും നടത്തി വരികയാണ് എന്നുള്ളതാണ് അറിയുന്നത്. നന്ദഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.